ഇടഞ്ഞു നിൽക്കുന്ന RJD അനുനയിപ്പിച്ച് LDF കൺവീനർ. പിണറായി സർക്കാരിൽ നിന്ന് ലഭിച്ച ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ മടക്കി നൽകാനുള്ള നീക്കത്തിൽ നിന്ന് RJDയെ പിന്തിരിപ്പിക്കും. ചർച്ചകൾ ഇനിയും ആകാമെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ ചവിട്ട് കിട്ടുന്ന ഘടകകക്ഷിയാണ് ME ശ്രേയാംസ്കുമാർ നയിക്കുന്ന RJD. അതായത് ഒറ്റ MLA-മാർ വീതമുള്ള കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കേരള കോൺഗ്രസ് ബിയിലെ KB ഗണേഷ് കുമാർ എന്നിവർ ഇപ്പോൾ മന്ത്രിമാരായി. നേരത്തെ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു, INL-ലെ അഹമ്മദ് ദേവർകോവിൽ എന്നിവർ മന്ത്രിമാരായതും ഏക MLA-യുടെ ബലത്തിൽ. എന്നിട്ടും KP മോഹനിലൂടെ MLA പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ ജനതാദളിനെ CPM അവഗണിച്ചു. ഇതാണ് RJDയെ പ്രകോപിപ്പിച്ചത്. മന്ത്രിപദമില്ല എങ്കിൽ ഇത്തവണ ലോക്സഭയിൽ ഒരു സീറ്റെങ്കിലും നൽകണ്ടേ? അതുമില്ല. അങ്ങനെയെങ്കിൽ ലഭിച്ച ബോർഡ് കോർപ്പറേഷൻ സീറ്റുകൾ തിരികെ നൽകാനാണ് RJD നേതൃയോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. എന്നാൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ഇടത് കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. വളരെ കാലമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് RSP കോവൂർ കുഞ്ഞുമോൻ. RSPക്കകത്തുണ്ടായിട്ടുള്ള ഭിന്നിപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്ന് ജനകീയ അംഗീകാരം വാങ്ങി നിയമസഭയിലെത്തിയിട്ടുള്ള ആളാണ്. അതുപോലുള്ള MLA-മാരുണ്ട്. പക്ഷെ അവരെല്ലാം മുന്നണിയെ ശക്തമാക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. RJDയിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. നേരത്തെ RJDക്ക് ഉറപ്പ് വല്ലതും ഇടത് കൺവീനർ നൽകിയോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു ജയരാജന്റെ മറുപടി. അതൊരു പക്ഷേ ഇപ്പോഴത്തെ കൺവീനർ ആവാൻ സാധ്യതയില്ല. പാർട്ടി നേതാവ് MB വീരേന്ദ്രകുമാർ രാജ്യസഭാ അംഗമായിരിക്കെ മരണപ്പെട്ടതിനെ തുടർന്ന് അവശേഷിച്ച 1.5 വർഷം മാത്രമാണ് RJD പ്രതിനിധി ശ്രേയാംസ്കുമാറിന് ഈ പദവി ലഭിച്ചത്. അടുത്ത തവണ ഈ സീറ്റും CPM ഏറ്റെടുത്തു. ഏറ്റവും അവസാനം വടകര, കോഴിക്കോട് സീറ്റുകളിൽ ഒരെണ്ണം RJD ചോദിച്ചു. അതും കിട്ടിയില്ല. ഇപ്പോൾ എല്ലാം സംസാരിക്കാമെന്ന LDF കൺവീനറുടെ പതിവുറപ്പ് മാത്രമാണ് RJDക്ക് ലഭിക്കുന്ന ഏക വാഗ്ദാനം. ജനം, തിരുവനന്തപുരം.